കോഴിക്കോട് പേരാമ്പ്രയിൽ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയിൽ വിജയം കൈവരിച്ചിരിക്കുകയാണ് ബാലകൃഷ്ണൻ എന്ന കർഷകൻ. വേറിട്ട കൃഷിരീതികൾ ചെയ്യുന്നതിൽ തൽപരനായ ബാലകൃഷ്ണൻ പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്ത കൃഷിയാണ് ശ്രദ്ധേയമാകുന്നത്. ഡ്രാഗൺ ഫ്രൂട്ടിന്റെ കൃഷിരീതികൾ യൂട്യൂബ് വഴി പഠിച്ചാണ് കൃഷി ആരംഭിച്ചത്. ഇപ്പോൾ തോട്ടം നിറയെ ഡ്രാഗൺ ഫ്രൂട്ട് നിറഞ്ഞു നിൽക്കുകയാണ്. പരീക്ഷണമെന്നോണം ആരംഭിച്ച കൃഷി വലിയ തോതിൽ ഫലം കണ്ടു. ഇന്ന് ബാലകൃഷ്ണന്റെ തോട്ടത്തിൽ ഡ്രാഗൺ ഫ്രൂട്ടുകൾ നിറഞ്ഞു നിൽക്കുകയാണ്. കോട്ടയത്ത് നിന്ന് ഓൺലൈൻ വഴി എത്തിച്ച തൈകളാണ് കൃഷിക്കായി തെരഞ്ഞെടുത്തത്. ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിരീതി പരിചയമില്ലാത്ത ബാലകൃഷ്ണൻ യൂട്യൂബ് വഴിയാണ് രീതി മനസ്സിലാക്കിയത്. ചാണകപ്പൊടിയും എല്ലുപൊടിയും കൂടെ കോഴിവളവുമായപ്പോൾ നട്ട തൈകൾ തഴച്ചു വളർന്നു. ഏതാണ്ട് 6 മാസം എത്തിയപ്പോൾ ചെടികൾ പൂവിട്ടു തുടങ്ങി. ഇപ്പോൾ തോട്ടം നിറയെ പഴുത്തു നിൽക്കുന്ന ഡ്രാഗൺ ഫ്രൂട്ടുകളാണ്. വിപണിയിൽ കിലോയ്ക്ക് 300 രൂപയോളം വിലയുള്ള ഡ്രാഗൺ ഫ്രൂട്ട് ബാലകൃഷ്ണൻ നൽകുന്നത് 250 രൂപയ്ക്കാണ്. ഒരു മാസം ഏതാണ്ട് 25 മുതൽ 50 കിലോ വരെ ഡ്രാഗൺ ഫ്രൂട്ട് വിറ്റുപോകാറുണ്ടെന്ന് ബാലകൃഷ്ണൻ പറയുന്നു. കൃഷി തുടങ്ങാൻ കാരണം പാലയിലുള്ള ഏളക്കുറിപ്പ് എന്നോട് അങ്ങനെ കൃഷി നല്ലതാണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു 2 തണ്ട് തന്നു. അങ്ങനെ 2 തണ്ട് നോക്കുമ്പോൾ കായും ഇതൊക്കെ ആയി. പിന്നെ ഞാൻ സ്വന്തം ചെയ്തത് 2 മീറ്റർ നീളത്തിൽ പോസ്റ്റ് വാർത്ത് അതിൻ്റെ 1/2 മീറ്റർ അടിയിൽ പോയിട്ട് അതിൻ്റെ മുകളിൽ 2 2 കമ്പി ഇട്ട് പിന്നെ അതിൻ്റെ മുകളിൽ ടയർ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചതാണ്. ടയറും കാര്യമായിട്ട് താഴോട്ട് വന്നെങ്കിലേ പൂവിടും. തയ്യപ്പോൾ ഒരു 250-300 വരെ ഉണ്ട്. കലോറി കുറവും നാരുകൾ കൂടുതലുമുള്ള ഫലമായതിനാൽ പ്രമേഹ രോഗികൾക്ക് കഴിക്കാവുന്ന മികച്ച ആഹാരമാണ് ഡ്രാഗൺ ഫ്രൂട്ട്. നല്ല ഫലഭൂയിഷ്ടമില്ലാത്ത മണ്ണിലും ഡ്രാഗൺ ഫ്രൂട്ടുകൾ നന്നായി വളരും. എന്നാൽ നല്ല നീർവാർച്ച ഉണ്ടായിരിക്കണം. ഒരു പരീക്ഷണ രീതി എന്ന നിലയിൽ ആരംഭിച്ച കൃഷി വിജയിച്ചതിൽ ബാലകൃഷ്ണനും കുടുംബവും ഏറെ സന്തോഷത്തിലാണ്. ന്യൂസ് മലയാളം, കോഴിക്കോട്.